നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അനീഷിനെ ഭീഷണിപ്പെടുത്തിയെന്ന കോൺഗ്രസ് ആരോപണം നിഷേധിച്ച് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ഈ ആരോപണത്തിലൂടെ പ്രതിപക്ഷ നേതാവ് BJPയെ സഹായിക്കുകയാണെന്നും രാഗേഷ്. കണ്ണൂർ കളക്ടർക്കെതിരെ NGO യൂണിയൻ. കളക്ടറുടേത് അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടാണെന്നും NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ. കണ്ണൂർ കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് UDF. KPCC അംഗം റിജിൽ മാക്കുറ്റി മത്സരിക്കും. വാർത്തകൾ വിശദമായി. അനീഷിനെ ഭീഷണിപ്പെടുത്തി എന്ന കോൺഗ്രസ് ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് സഹായിക്കുന്നത് BJPയാണെന്ന് CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. അനീഷിന്റെ കുടുംബം പറയുന്നത് പ്രതിപക്ഷ നേതാവ് കേട്ടില്ലേ എന്നും തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ എന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. BJP പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സഹായഹസ്തവുമായിട്ട് രംഗത്തിറങ്ങിയിട്ട് ഇരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്നത് വളരെ വ്യക്തമല്ലേ? BLOമാരുടെ ആത്മഹത്യ കേരളത്തിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്ത വായിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലൊരു BLO ആത്മഹത്യ ചെയ്തു, പശ്ചിമ ബംഗാളിൽ മറ്റൊരു BLO ആത്മഹത്യ ചെയ്തു. ഈ രണ്ടുപേരും ആത്മഹത്യ ചെയ്തത് ഈ ചെറിയ സമയം കൊണ്ട് ടാർഗറ്റ് നിശ്ചയിച്ച് ആ ടാർഗറ്റ് പൂർത്തിയാകാത്തതിൻ്റെ ഭാഗമായി മേലുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടിടങ്ങളിലും ആത്മഹത്യ ഉണ്ടായത്. ഇവിടെ സംഭവിച്ചെന്താ? ഏറ്റുകൊടുക്കയിൽ BLOയുടെ ആത്മഹത്യ ചെയ്ത BLOയുടെ പിതാവ് തന്നെ പറയാണ്, അച്ഛൻ തന്നെ പറയാണ്, മകൻ ആത്മഹത്യ ചെയ്തത് ജോലി സമ്മർദ്ദം കൊണ്ടാണ്. തലേ ദിവസം പുലർച്ചെ 2 മണിവരെ അവൻ ഉറങ്ങാതെ ജോലി ചെയ്യുകയായിരുന്നു. പറഞ്ഞത് വീട്ടിലുള്ള കുടുംബക്കാരാണ്. അത് VD സതീശന് വിശ്വസിക്കാൻ പറ്റില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് അത് കണക്കിലെടുക്കാതെ നേരെ എങ്ങനെയെങ്കിലും ഇത് CPMൻ്റെ പെടലിയിൽ വെക്കാൻ വേണ്ടി കഴിയുമോ എന്നാണ് അദ്ദേഹം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ കളക്ടർക്കെതിരെ NGO യൂണിയൻ. കളക്ടറുടേത് അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടാണെന്ന് NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ. അനീഷിന്റെ പിതാവ് തന്നെ സമ്മർദ്ദമുണ്ടെന്ന് പറയുന്നു. എന്താണ് ഉണ്ടായതെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം കളക്ടർക്കുണ്ടെന്നും MV ശശിധരൻ പറഞ്ഞു. കടുത്ത ജോലിഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. SIR പൂർത്തിയാക്കുന്നത് മനുഷ്യ സാധ്യമാകാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഏകപക്ഷീയമായ റിപ്പോർട്ട് കൊടുത്തു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അഭിപ്രായമുള്ളത്. കാരണം അനീഷ് ജോർജിൻ്റെ പിതാവ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഞായറാഴ്ച പുലർച്ചെ 1 മണി വരെ 1:30 മണി വരെ ഈ SIRുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുകയായിരുന്നു. തൻ്റെ പുത്രന് വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ പറയുകയാണ്. പിന്നെ ഈ അനീഷ് ജോർജ് ജില്ലാ കളക്ടർ കൂടിയാണല്ലോ വരണാധികാരി. അദ്ദേഹം പറയണ്ടേ കാരണം ഇതല്ലെങ്കിൽ വേറെ എന്താണ്, കുടുംബകലഹമാണോ മറ്റ് വേറെ എന്തെങ്കിലും കാരണമാണോ എന്ന് പറയണ്ടേ? ആ പറയേണ്ട ഉത്തരവാദിത്വം വേണ്ടേ? അല്ലാതെ അദ്ദേഹത്തിന് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല. സംതൃപ്തമായ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ അദ്ദേഹം ഈ സമീപകാലത്താണ്, 1 മാസത്തിനകമാണ് ഈ ജോലി, അതായത് അംഗനവാടി ജീവനക്കാരെ ഇതിൽ നിന്നും മാറ്റുമ്പോൾ കൂടുതൽ സർക്കാർ ജീവനക്കാരെയും സ്കൂൾ അധ്യാപകരെയും എയ്ഡഡ് സ്കൂൾ ജീവനക്കാരെയും ഒക്കെ നിയമിക്കുകയുണ്ടായി. അതിൽപ്പെട്ട ഒരാളാണ് അനീഷ് ജോർജ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഭൂപ്രദേശത്തെ സംബന്ധിച്ച് വലിയ ധാരണ പോലുമില്ല. അത് അദ്ദേഹത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. വില്ലേജിലെ ഉദ്യോഗസ്ഥർ തന്നെ അദ്ദേഹത്തെ സഹായിക്കുകയുണ്ടായി. കാരണം ഇത് സമയബന്ധിതമായി ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദം കണ്ടിട്ട്, വേവലാതി കണ്ടിട്ട് സഹായിക്കുക പോലും ഉണ്ടായിട്ടുണ്ട്. അത്രമാത്രം സമ്മർദ്ദം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കണ്ണൂർ കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് UDF. KPCC അംഗം റിജിൽ മാക്കുറ്റി മത്സരിക്കും. ആദികടലായിയിൽ നിന്നാണ് റിജിൽ മാക്കുറ്റി ജനവിധി തേടുന്നത്. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ശ്രീജ മഠത്തിൽ മുണ്ടയാട് സീറ്റിലും P ഇന്ദിര പയ്യാമ്പലം സീറ്റിലും മത്സരിക്കും. MP പറഞ്ഞതുപോലെ നമ്മൾ വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലാണ് UDFൻ്റെ എല്ലാ ചർച്ചകളും നടന്നിട്ടുള്ളത്. ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വ്യത്യാസമില്ലാതെ ഒരു മുന്നണി, ഒരു പാർട്ടിയെ പോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഒരു ഭരണത്തിലുള്ള ഒരു കക്ഷികൾ എന്ന നിലയിൽ നമ്മൾ കുറച്ച് ചർച്ചകൾ നടത്തി
സ്ഥാനാർത്ഥികളാകാൻ വലിയൊരു പ്രസ്ഥാനം എന്ന നിലയിൽ, ഒരുപാട് ആളുകളുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ സ്ഥാനാർത്ഥികൾ ആകാൻ ആഗ്രഹിച്ചവരുണ്ട്, നമ്മൾ ചിലരെ കണ്ടുപിടിച്ച് നിർത്തിയവരുണ്ട്. അങ്ങനെ നല്ലൊരു ലിസ്റ്റ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. തോട്ടട ഉഷാകുമാരി KK, ആദികടലായി റജിൽ മാക്കുറ്റി, കാഞ്ഞിര മൊയ്സിന ഫൈസൽ, കുറുവ A മിത്രൻ, വെറ്റിലപ്പള്ളി മുഹമ്മദ് ഷിബിൽ KK, ചൊവ്വ നാമത്ത് ഗിരീശൻ, സൗത്ത് ബസാർ അഡ്വക്കർ റോഷ്ന അഷ്റഫ്. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രമുഖ സ്റ്റേജ് അവതാരകനും പ്രോഗ്രാം കോർഡിനേറ്ററുമായ പാനൂരിലെ ബിനീഷ് കാളാച്ചേരിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പാനൂരിന് ഏറെ പ്രിയങ്കനായിരുന്ന സ്റ്റേജ് അവതാരകൻ ബിനീഷ് കാളാച്ചേരിക്ക് ജന്മനാടായ പാനൂർ വിട നൽകി. കഴിഞ്ഞ ദിവസമാണ് ബിനീഷ് അന്തരിച്ചത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലും മാഹിയിലും നിരവധി സ്റ്റേജ് പരിപാടികളിൽ അവതാരകനായി തിളങ്ങിയ ബിനീഷിന്റെ അപ്രതീക്ഷിത വേർപാട് പാനൂരിന് വലിയ ഞെട്ടലായിരുന്നു. വലിയ സുഹൃത്ത് ബന്ധത്തിനുടമയായിരുന്നു ബിനീഷ്. JCI പാനൂരിൽ സംഘടിപ്പിച്ച ഒട്ടുമിക്ക മെഗാ ഷോകളിലും അവതാരകനായിരുന്നു ബിനീഷ്. അനർഘളമായ തന്റെ വാക്സാമർഥ്യം കൊണ്ട് ഏതു വലിയ പരിപാടികളിലും മിനിറ്റുകൾ കൊണ്ട് സദസ്സിനെ കയ്യിലെടുക്കാൻ അനിതര സാധാരണ കഴിവുണ്ടായിരുന്നു ബിനീഷിന്. ഉദ്ഘാടന വേളകളിൽ ഉദ്ഘാടകൻ വൈകിയാൽ സദസ്സിന്റെ അംഗസംഖ്യ കുറയാതിരിക്കാൻ സംഘാടകർ ബിനീഷിനെയാണ് ആശ്രയിക്കാറ്. കുസൃതി ചോദ്യങ്ങളും സമ്മാനങ്ങളും നൽകി ഏവരെയും പിടിച്ചിരുത്താൻ പ്രത്യേക കഴിവായിരുന്നു പാനൂരിന്റെ സ്വന്തം ബിനീഷിന്. പരേതനായ നാണുവിന്റെയും സരോജിനിയുടെയും മകനാണ്. സതീശൻ, അനീഷ്, ബിന്ദു എന്നിവർ സഹോദരങ്ങളാണ്. പാനൂർ വില്ലേജ് ഓഫീസ് പരിസരത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. മാഹി അഴിയൂർ ഗ്രീൻസ് ആയുർവേദയുടെ സിൽവർ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു. സിൽവർ ജൂബിലി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും NAB അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കൈമാറ്റവും ചടങ്ങിൽ നടന്നു. മാഹി അഴിയൂർ ഗ്രീൻസ് ആയുർവേദയുടെ 25ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. വാർഷികാഘോഷത്തിന്റെയും റിൻസ് സിൽവർ ജൂബിലി കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം സ്പീക്കർ അഡ്വക്കേറ്റ് N. ഷംസീർ നിർവഹിച്ചു. ലോകമറിയുന്ന ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിനപ്പുറം ഗ്രീൻസ് ആയുർവേദ ഇന്ന് ലോകരാജ്യങ്ങളിൽ നിന്നുള്ള അനേകായിരങ്ങളെ ആകർഷിക്കുന്ന വിധം പ്രശസ്തമായി മാറിയിരിക്കുന്നതായി സ്പീക്കർ പറഞ്ഞു. അസ്കർ നല്ലൊരു ബിസിനസ്സുകാരനാണ്, നല്ലൊരു ഡോക്ടറാണ്. നല്ലൊരു ഡോക്ടറും നല്ലൊരു ബിസിനസ്സുകാരനും ഒത്തുചേരുമ്പം അതിന് നാം അസ്കർ എന്ന പേരിടും. ഒറ്റക്കൊരാളാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കുടുംബമാണ് പിൻബലം. കുടുംബം പിൻബലം ഉണ്ടാകുമ്പോഴും ഇച്ഛാശക്തിയുള്ളൊരു മനുഷ്യന് മുന്നോട്ട് പോയാൽ മാത്രമേ ഇത്തരമൊരു സംരംഭം കെട്ടിക്കൂട്ടാൻ സാധിക്കൂ. അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേർത്തെന്ന് അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ്. ആയുർവേദ സെൻറ്റർ എന്ന നിലയിൽ ഇത് ആരംഭിച്ചു 65 ആളുകളെ ചികിത്സിക്കാൻ സാധിക്കുന്ന കേന്ദ്രമാക്കി ഇത് മാറ്റിയെടുത്തു. ഇതിലൂടെ അസ്കർ മാത്രമല്ല പ്രഗത്ഭനാകുന്നത്. അസ്കറിലൂടെ ഈ അയ്യൂരും കോഴിക്കോടും കണ്ണൂരും തലശ്ശേരിയും എല്ലാം
ഇതിലുള്ള ലോകം അറിയുകയാണ്. അത്തരം ഒരു ഇനീഷ്യേറ്റീവിന് മുൻകൈയെടുത്ത അസ്കറിനോട് ഞങ്ങൾ നന്ദി പറയുകയാണ് പൊതുപ്രവർത്തന നിലക്ക്. കാരണം ലോകത്തിൻ്റെ എല്ലാ കോണിൽ നിന്നും ഈ ഒരു കൊച്ചു പ്രദേശത്ത്, വളരെ ചെറു പ്രദേശമാണ്, പരിമിതികൾ ഏറെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് ലോകത്ത് എത്തിക്കാൻ അസ്കറിന് കഴിഞ്ഞു. അതാണ് അസ്കറിൻ്റെ വിജയം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ ഞാൻ വരാൻ തയ്യാറായത്. തീർച്ചയായും ഇത് ഇനിയും ഉയരട്ടെ, വളരട്ടെ. ഇവിടുത്തെ എല്ലാ ആളുകളും ഞാൻ എല്ലാ പിന്തുണയും കൊടുക്കാൻ തയ്യാറാണ്. വത്സേട്ടൻ അദ്ദേഹത്തിൻ്റെ മെൻറ്ററാണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വത്സേട്ടൻ്റെ പിൻബലവും പിന്തുണയുമാണ് ഈ നിലയിലേക്ക് അദ്ദേഹത്തെ ഇറങ്ങി പുറപ്പെട്ട ധൈര്യം വേണമല്ലോ, ആരെങ്കിലും ധൈര്യം കൊടുക്കണമല്ലോ. അങ്ങനെ ഒരു ധൈര്യം കൊടുത്തത് വത്സേട്ടനാണെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. അതുകൊണ്ട് ഇനിയും വത്സേട്ടൻ്റെ പിന്തുണ ഉണ്ടാകും, രമേശൻ പറമ്പത്തിൻ്റെ പിന്തുണ ഉണ്ടാകും. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങളും പിന്തുണക്കാൻ തയ്യാറാണ്. ഇത് ഇനിയും ഉയരട്ടെ. ലോകത്തെ എല്ലാ കോണുകളിൽ നിന്നും ആയുർവേദ ചികിത്സക്കായി ആഗ്രഹിക്കുന്നവരെ എത്തിക്കാൻ സാധിക്കുന്ന ഒരു പ്രധാന പ്രദേശമായി ഈ അയ്യൂരിലെ ഗ്രീൻസ് ആയുർവേദിക് സെന്റർ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ച് മഹത്തായ ഭാരതീയ ആയുർവേദ പാരമ്പര്യത്തെ തനിമയോടെ ലോകത്തിന് പരിചയപ്പെടുത്താൻ ഈ സ്ഥാപനത്തിന് സാധിക്കുന്നുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. ഗ്രീൻസ് ആയുർവേദയുടെ നാബ് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കെ രമ MLAയും മുൻ ആരോഗ്യമന്ത്രി ഇ വത്സരാജും ഡോക്ടർ അസ്ഗറിനെ കൈമാറി. 25 വർഷം എന്നത് എത്ര പെട്ടെന്നാണ് കടന്നുപോയത് എന്ന് നാം ഓർക്കുന്നത് നന്നായിരിക്കും. സത്യത്തിൽ പല പരിപാടികളും തുടങ്ങി അതിൻ്റെ ഒരു മജ ആസ്വദിക്കുന്നത് 25 വർഷമായി എന്ന് പറഞ്ഞാൽ മാത്രം അറിയുന്ന വിധത്തിലാണ്. ശ്രീ അസ്ഗർ ഇങ്ങനെയൊരു സംരംഭം ആരംഭിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സഹകരണവും നൽകാൻ ഞാൻ തയ്യാറായിട്ടുണ്ട്. അന്നാദ്യമായി മന്ത്രിയായി ചാർജ് എടുത്തതിന് ശേഷം ഈ പരിപാടികളിലൂടെ ഭാഗവാക്കാകാൻ സാധിച്ചതാണ് എൻ്റെ ഒരു സന്തോഷം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 25 വർഷം കടന്നുപോയി. അസ്ഗറും ഈ 25 വർഷത്തിൽ വളരെയധികം ശ്ലാഘിക്കപ്പെടേണ്ട ആളായി മാറിക്കഴിഞ്ഞു. ഏറ്റവും അഭിമാനകരമായ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ ഇങ്ങനെ ഉയർന്നു വരികയാണ്. ചെറിയ കടയിൽ നിന്ന് തുടങ്ങി ഇത്രയും വലിയ ബിൽഡിങ്ങിലേക്ക് ഇതെത്തി അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിവിടെ മാത്രമല്ല, ലോകത്തേക്ക് അഭിമാനമായി മാറിയിരിക്കുകയാണ്. പല രാജ്യങ്ങളിൽ നിന്നും, ഏകദേശം 10-23ഓളം രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ ആയുർവേദം ചികിത്സയ്ക്ക് വരുന്നു, അതിലുപരി പഠിക്കാൻ വരുന്നു എന്നുള്ളതാണ്. അല്ലേ ഡോക്ടർ? ധാരാളം ആളുകൾ പഠിച്ച് പുറം മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ ഈ കേന്ദ്രം തുടങ്ങുന്നു. അവിടെ ആയുർവേദ ചികിത്സകരും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ പരീക്ഷണങ്ങളോടെ രാജ്യത്തുകൂടെ നടത്തിക്കൊണ്ടു പോകുന്ന തരത്തിലേക്ക് ഇത് ഉയർന്നു നിൽക്കുന്നു, അഭിമാനകരമായി മാറി നിൽക്കുന്നു എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ അസ്ഗർ അധ്യക്ഷനായി. രമേശ് പറമ്പത്ത് MLA, അഴിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഭരതനാട്യം, പിരണി നൃത്തം, സൂഫി ഡാൻസ്, വിവിധ കലാപരിപാടികളും അരങ്ങേറി. பார்வதிக்கு கல்கணமானாய்
ഉപജില്ലാ ശാസ്ത്രമേളയുടെ ഭാഗമായി വാർത്താ വായനാ മത്സരം സംഘടിപ്പിച്ചു. ചൊക്ലി BRCയിൽ നടന്ന മത്സരത്തിൽ ഹയർ സെക്കൻഡറി തലത്തിൽ ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറിയിലെ P ആശയും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒളവിലം രാമകൃഷ്ണയിലെ C ശിവയും ജേതാക്കളായി. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒളവിലം രാമകൃഷ്ണ ഹൈസ്കൂളിലെ C ശിവ, കരിയാട് നമ്പ്യാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ KVM ശിവദ എന്നിവർ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. സമീപത്തെ കാറുകൾ കത്തിച്ചാർന്നതായി 24 പേർക്ക് പരിക്കേറ്റു. പുതിയ പ്രാദേശിക സർക്കാരുകളെ ഭരണത്തിലേക്കാനുള്ള തിരഞ്ഞെടുപ്പ് ജില്ലയിലേക്ക് കേരളം. മട്ടന്നൂർ നഗരസഭ ഒഴികെ 1199 തദ്ദേശ സ്ഥാപനങ്ങളിൽ 23,576 വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പ് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചോദാവൂർ ഹയർ സെക്കൻഡറിയിലെ P ആഷിയ ഒന്നാമതെത്തിയപ്പോൾ പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറിയിലെ KK ഹനാൻ 2ാം സ്ഥാനം നേടി. UDF ഭരിക്കുന്ന ഏക കോർപ്പറേഷൻ കണ്ണൂർ നിലനിർത്താനും കൂടുതൽ സീറ്റുകൾ പിടിക്കുവാനും മുന്നണികൾ. ശബരിമല വെർച്വൽ ക്യൂ ബുക്കിംഗ് 18 ലക്ഷം കടന്നു. വാർത്തകൾ വിശദമായി. ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം വൻ സ്ഫോടനം. ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം. പഴയ ഡൽഹിയിൽ ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് 1ാം നമ്പർ ഗേറ്റിന് സമീപത്ത് കാറിനകത്തുണ്ടായ വൻ സ്ഫോടനത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. 8 മരണം. രാജ്യതലസ്ഥാനത്തെ പ്രവർത്തിച്ച പൊട്ടിത്തെറി വൈകിട്ട് 6 സമീപത്തെ കാറുകൾ കത്തിച്ചാമ്പലായി. 24 പേർക്ക് പരിക്കേറ്റു. 2ാം ഹോം മത്സരത്തിൽ ട്രിവാൻഡ്രം കൊമൻസിനോട് കണ്ണൂർ വാട്ടേഴ്സിന് തോൽവി. സീസണിലെ ആദ്യ പരാജയം. പരിയാരത്തെ ഒപ്പിവാട്ടിലേക്ക് പാനി വേണ്ടിയ പശുക്കൾ. മെഡിക്കൽ കോളേജ് ക്വാർട്ടേഴ്സിൽ പട്ടാപ്പകൽ കവർച്ച. വിജയികൾക്ക് BPCയുടെ ചുമതല വഹിക്കുന്ന AP ലത സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഉമേഷ് കോറോത്ത്, R രാജേഷ് എന്നിവർ സംസാരിച്ചു. K യതീന്ദ്രൻ, T രൺദീപ്, സന്ദീപ് ഉണ്ണി എന്നിവർ വിധികർത്താക്കളായി. തലശ്ശേരി മൂഴിക്കരയിൽ നിന്ന് ആരംഭിച്ച UDF കോടിയേരി മേഖല വാഹന പ്രചരണ ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മാടപ്പീടികയിൽ സമാപിച്ചു. സമാപന സമ്മേളനം KPCC അംഗം V രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരിയിൽ UDF വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. മൂഴിക്കരയിൽ നിന്നും ആരംഭിച്ച UDF കോടിയേരി മേഖല വാഹന പ്രചരണ ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മാടപ്പീടികയിൽ സമാപിച്ചു. സമാപന സമ്മേളനം KPCC അംഗം V രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്ത് പകൽക്കൊള്ള നടത്തുന്ന ആലിബാബയും 40 കള്ളന്മാരും എന്ന് പറയുന്നതിന് പകരം പിണറായി വിജയനും കുടുംബവും എന്ന കള്ളന്മാർ ഈ സംസ്ഥാനത്തെ കൊള്ളയടിച്ച് മുടിച്ച് 9 വർഷവും 6 മാസവും പിന്നിട്ട് പോകുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് രംഗത്തും ജനങ്ങളെ ഇക്കിളിപ്പെടുത്തി കിറ്റും അനുബന്ധ പെൻഷനും ഒക്കെ കൊടുത്ത് നേരത്തെ വക്കീൽ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആവുന്നത്ര കൃത്രിമോ ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല, അതെല്ലാം നടത്തി തങ്ങൾക്ക് ജയിക്കാൻ കഴിയും, തങ്ങൾക്ക് പാർട്ടി ആധിപത്യമുണ്ട് എന്ന നിലയിൽ പാർട്ടിക്കാരെയും ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് CPM CJP ആയി മാറി BJP ആവുന്ന ഒരു പാർട്ടിയാണ് എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. TN പവിത്രൻ സ്വാഗതം പറഞ്ഞു. VC പ്രസാദ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് ER വിനോദ് മുഖ്യ പ്രഭാഷണം നടത്തി. V ദിവാകരൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് CT സജിത്ത്, K ഖാലിദ് മാസ്റ്റർ, CP പ്രസീൽ ബാബു, E വിജയകൃഷ്ണൻ, സന്ദീപ് കോടിയേരി, K കുഞ്ഞിമൂസ, PK രാജേന്ദ്രൻ, P ദിനേശൻ, ബഷീർ ചെറിയാണ്ടി, റഷീദ് തലായി, KP സിദ്ദിഖ്, KP കുശലകുമാരി, ഷിബ പ്രസീൽ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പുന്നോൽ താഴെവയലിലും UDF വാഹനജാഥയ്ക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് നൽകിയത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്തിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്.
തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. പ്രശസ്ത സിനിമാ താരം സുശീൽ കുമാർ തിരുവങ്ങാട് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. താലൂക്ക് സർഗോത്സവത്തിലും അഖില കേരള വായനാ മത്സരത്തിലും UP വനിതാ മേഖലാതല വായനാ മത്സരത്തിലും സമ്മാനങ്ങൾ നേടിയ പ്രതിഭകളെയാണ് ആദരിച്ചത്. പ്രശസ്ത സിനിമാ താരം സുശീൽ കുമാർ തിരുവങ്ങാട് ഉപഹാര സമർപ്പണം നടത്തി. രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം ഇഷാൻ പി വിഭാഗം കാട്ടൂർ. ഒന്നാം സ്ഥാനം യദുനന്ദ സി. നാടൻപാട്ടിന്റെ ശീലുകൾ മലയാളിക്ക് പെരുമഴിയായി വർഷിച്ച പത്മശ്രീ കെ രാഘവ മാസ്റ്ററുടെ ആരൂഢമാണ് തലശ്ശേരി. ഒരു ചേമഞ്ചേരിയുടെ അങ്ങനെ എത്രയെത്ര മഹാപ്രതിഭകളുമാണ് നാട്ടിലാണ് നാം ഇവിടെ ഈ സൗഭാഗ്യ പൈതൃക നഗരി തലശ്ശേരി. ഭാരതത്തിൻ്റെ ശ്രേഷ്ഠമായ വ്യക്തിത്വം മുൻ രാഷ്ട്രപതി ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞു, നാം സ്വപ്നങ്ങൾ കാണേണ്ടത് ഉറക്കത്തിലല്ല, ഉണർന്നിരിക്കുമ്പോഴാണ്. അങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ കണ്ട സ്വപ്നങ്ങളിൽ നിന്നാണ് നാം കലാ, ശാസ്ത്ര, സാഹിത്യ പ്രസ്ഥാനങ്ങളൊക്കെ ഉടലെടുത്തത്. നമ്മുടെ പ്രിയങ്കരനായ മഹാത്മജി ഒരിക്കൽ പറഞ്ഞു, നാം ഒരു ദൗത്യത്തിനിറങ്ങുമ്പോൾ ആദ്യം ഒരു കൂട്ടം നമ്മെ എതിർക്കാൻ ശ്രമിക്കും, മറ്റു ചിലപ്പോൾ പരിഹസിക്കും, മറ്റു സന്ദർഭങ്ങളിൽ അവർ ഒളിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യും. പക്ഷേ സത്യം നമ്മുടെ ഭാഗത്താണെങ്കിൽ വിജയം നമ്മുടെ മാത്രമായിരിക്കും. പ്രവർത്തനങ്ങളിലൊക്കെ ഗാന്ധിജി ഓർമ്മപ്പെടുത്തിയ നേരിൻ്റെയും സത്യത്തിൻ്റെയും വേർതിരിവ് കാണാൻ നമുക്ക് ഉൾക്കാഴ്ച ഉണ്ടാകണം. ലൈബ്രറി കൗൺസിൽ തലശ്ശേരി താലൂക്ക് പ്രസിഡന്റ് പവിത്ര മൊകേരി അധ്യക്ഷനായി. താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ, സംസ്ഥാന കൗൺസിൽ അംഗം കരുണാകരൻ മാസ്റ്റർ, താലൂക്ക് വൈസ് പ്രസിഡന്റ് NV രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. UP വിഭാഗം ഉപന്യാസം രണ്ടാം സ്ഥാനം ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്,
AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പാലക്കാട് ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ SHO ബിനു തോമസിന് യങ്സ്റ്റേഴ്സ് തലശ്ശേരി ഭാരവാഹികൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. കഴിഞ്ഞ ദിവസം അന്തരിച്ച പാലക്കാട് ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ SHO ബിനു തോമസിനെ തലശ്ശേരിയിൽ അനുസ്മരിച്ചു. യങ്സ്റ്റേഴ്സ് തലശ്ശേരിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിരിക്കെ തലശ്ശേരി ക്ഷേത്രത്തിൽ പ്രഭാത വ്യായാമത്തിനെത്തുന്ന ബിനു തോമസ് ഹൃദ്യമായ പെരുമാറ്റം കൊണ്ട് ഏവരുടെയും മനസ്സിൽ ഇടം നേടിയ ഉദ്യോഗസ്ഥനായിരുന്നു. ഹംസ കേളോത്ത്, ഖലീൽ കിടാരൻ, MC മനോജ് കുമാർ, MP അബ്ദുൾ റഷീദ്, അസ്ഗർ, അൻസാർ എന്നിവർ ബിനു തോമസിന്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പുളിയനമ്പ്രം ഫാൽക്കൺ ബോയ്സിന്റെ നേതൃത്വത്തിൽ കരിയാട് മേഖല UDF കൗൺസിലർമാർക്കും നൂഞ്ഞിവയൽ വാർഡ് കൗൺസിലർ മുസ്തഫ കല്ലുമലിനും ആദരവ് നൽകി. കരിയാട് പുളിയനമ്പ്രം ഫാൽക്കൺ ബോയ്സിന്റെ നേതൃത്വത്തിൽ കരിയാട് മേഖല UDF കൗൺസിലർമാർക്കും നൂഞ്ഞിവയൽ വാർഡ് കൗൺസിലർ മുസ്തഫ കല്ലുമലിനും ആദരവ് നൽകി. PK അബൂബക്കർ അധ്യക്ഷനായി. T സിദ്ദിഖ് MLA ഉദ്ഘാടനം ചെയ്തു. പൊതുമുതലിന്റെ കൊള്ളയാണ്. ആ കൊള്ള എവിടം വരെ എത്തി എന്ന് ചോദിച്ചാൽ 40 ദിവസം നോയമ്പെടുത്ത് ഇരുമുടി കെട്ടുമേന്തി ശരണമന്ത്രങ്ങൾ മുഴക്കി 18ാം പടിയും ചവിട്ടി കറുത്ത മുണ്ടെടുത്ത് മാല ധരിച്ച് ഏറ്റവും മനോഹരമായ മന്ത്രോച്ചാരണങ്ങളുടെ അകമ്പടിയോടുകൂടി ശബരിമല ശാസ്താവിനെ കണ്ട് സങ്കട നിവൃത്തിക്ക് നേതൃത്വം കൊടുക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന ഹൈന്ദവ മതവിശ്വാസികളുടെ വിശ്വാസത്തിന്റെ കേന്ദ്രീകരണത്തിന്റെ മേഖലയായ ശബരിമലയിൽ വരെ കൊള്ള നടക്കുക. അവിടെ വരെ കൊള്ളയാണ്. നിങ്ങൾ അറിയില്ല, ബഹുമാനോടെ കേരള ഹൈക്കോടതി പറഞ്ഞൊരു വാചകം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒക്ടോബർ മാസം 6-ാം തീയതിയിലെ ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധിന്യായത്തിലെ ഒരു വാചകം. പാറക്കൽ അബ്ദുള്ള മുഖ്യ പ്രഭാഷണം നടത്തി. അതിനിപ്പോ നാദാപുരം പഞ്ചായത്ത് നമ്മളേതാണ്ട് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു. നാദാപുരം ഇപ്പൊ ഇവിടെ ഇന്ന് ആദരവ് നിങ്ങൾ കൊടുക്കുമ്പോ ഈ മുനിസിപ്പാലിറ്റിയിൽ ബന്ധപ്പെട്ട അതിന്റെ ഭരണാധികാരികൾ കഴിഞ്ഞവരും ഇപ്പൊ നിലവിലുള്ളവരൊക്കെ ഇവിടെയുണ്ട്. അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും, നാടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്താണോ ജനപ്രതിനിധികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്
അതെല്ലാം അക്ഷരത്തിലും അർത്ഥത്തിലും ഈ നാടിന് ലഭ്യമായി എന്നുള്ള സന്തോഷമാണ്. പാനൂർ നഗരസഭ ചെയർമാൻ KP ഹാഷിം ആദരവ് നൽകി. ഫാൽക്കൺ ബോയ്സ് മുസ്തഫ കല്ലുമേൽ നൽകുന്ന സ്കൂട്ടിയുടെ താക്കോൽ വിതരണം പാസൻസ് ഗ്രൂപ്പ് ചെയർമാൻ നാസർ പോക്കരാട്ടിൽ നിർവഹിച്ചു. വാർഡ് വികസന സമിതിക്ക് വേണ്ടി ഫൈസൽ വാണിയനും വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി PK അബൂബക്കർ ഹാജിയും മുസ്തഫ കല്ലുമേലിനെ ആദരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റുക്സാന ഇക്ബാൽ, കൗൺസിലർമാരായ V നാസർ മാസ്റ്റർ, NA കരീം, ആവോലം ബഷീർ, AM രാജേഷ് മാസ്റ്റർ, അൻവർ കക്കാട്, സൈനുദ്ദീൻ തങ്ങൾ, ശോഭന കുന്നുള്ളതിൽ എന്നിവരെ ഫാൽക്കൺ ബോയ്സ് ടീം അംഗങ്ങളായ V റൌഫ്, KP ഫൈസൽ, V ജാഫർ, P ഷഫീഖ്, V ദാവൂദ്, K ജാഫർ, K ഷബീർ, V യൂനുസ്, ഇർഷാദ് ലാവണ്ടർ എന്നിവർ ആദരിച്ചു. UK അബ്ദുള്ള, KB റംല ടീച്ചർ, ബക്കർ കരിയാട്, TM ബാബുരാജ് മാസ്റ്റർ, സത്യൻ കാട്ടിൽ, ഹഫ്സത്ത് തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. മുസ്തഫ കല്ലുമൽ മറുപടി പ്രസംഗം നടത്തി. ഫൈസൽ വാണിയൻ സ്വാഗതവും V ജാഫർ നന്ദിയും പറഞ്ഞു. തലശ്ശേരി തിരുവങ്ങാട് അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ ഭക്തർക്കുള്ള അന്നദാന വിതരണം തുടങ്ങി. ഈ മണ്ഡലകാലം മുഴുവനായും എല്ലാ ദിവസവും അന്നദാനം നടത്തും. മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തർക്ക് അന്നദാനം നടത്തുന്ന പതിവ് തെറ്റിക്കാതെ തിരുവങ്ങാട് അയ്യപ്പ സേവാ സംഘം ഈ വർഷവും അന്നദാനം തുടങ്ങി. ഡിസംബർ 25 വരെ തുടരും. CK ശ്രീനിവാസൻ ഭദ്രദീപം തെളിയിച്ചു. നമ്മൾ നടത്തുന്ന പോലെ ഈ വർഷവും അയ്യപ്പദേവ സമാജത്തെ ഭക്തന്മാരോട് കൂടി ചേർന്നിട്ട് നമ്മൾ ഇത്തവണയും ഇവരുടെ പോലെ ഭക്തന്മാരായ അയ്യപ്പന്മാർക്കും അവരുടെ ആശ്രിതർക്കൊക്കെ ബന്ധുക്കൾക്കൊക്കെ കൊളക്കാട്ട് ചന്ദ്രശേഖരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ അത് നിർത്തുന്നില്ല, അത് തുടർന്നു പോകുന്നു. അതുകൂടാതെ നമ്മളെവിടെ അടുത്ത് തന്നെ ഈ സേവാഭാരതിയിലെ ഒരു സേവാകേന്ദ്രം അവരുടെ ആയിട്ടുള്ള മൂന്ന് യാത്രക്കാർക്കുള്ള ഒരു അന്നദാനത്തിന് വേണ്ടിയിട്ട് ഏർപ്പാടുകൾ, അതും വിശ്രമത്തിന് വേണ്ടി ഏർപ്പാടുകൾ, ഇതൊക്കെ അതും ഒതുക്കിയിട്ടുണ്ട്. എല്ലാം ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഇവരെ അയ്യപ്പന്മാർക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള അന്നദാന വിതരണോദ്ഘാടനം K പ്രമോദ് ധർമ്മടം നിർവഹിച്ചു. അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് KM ധർമ്മപാലൻ അധ്യക്ഷനായി. രമേശ് തിരുവങ്ങാട്, വിനോദ് കണ്ടോത്ത്, രാമദാസ് സ്വാമി, ജയറാം തുടങ്ങിയവർ നേതൃത്വം നൽകി. വിശ്വാസികൾക്ക് കഞ്ഞി വിതരണം സ്പോൺസർ ചെയ്യാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. അവര് മനസ്സിലാക്കണ്ടേ? മുഴപ്പിലങ്ങാട് VPR ടേബിൾ ടെന്നീസ് അക്കാദമിയുടെ പുതിയ ബാച്ചിനുള്ള പരിശീലനത്തിന് തുടക്കമായി. അന്താരാഷ്ട്ര ടേബിൾ ടെന്നീസ് പരിശീലകൻ K തങ്കറാവു ഉദ്ഘാടനം ചെയ്തു. മുഴപ്പിലങ്ങാട് VPR ടേബിൾ ടെന്നീസ് അക്കാദമിയുടെ പുതിയ ബാച്ചിന്റെ പരിശീലനം അന്താരാഷ്ട്ര ടേബിൾ ടെന്നീസ് പരിശീലകൻ K തങ്കറാവു ഉദ്ഘാടനം ചെയ്തു. 5 വർഷത്തിലധികമായി വിദ്യാർത്ഥികൾക്ക് ടേബിൾ ടെന്നീസിൽ പരിശീലനം നൽകുന്നുണ്ട്. നിരവധി പേർ ദേശീയ സംസ്ഥാന തലത്തിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. പുതിയ ബാച്ചിൽ 26 പേർ പങ്കെടുക്കുന്നു. സബിൻ അധ്യക്ഷനായി. ക്രിക്കറ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് A അഭിമന്യു, അജീന്ദ്രൻ, ക്യാമ്പ് ഡയറക്ടർ N സത്യൻ, ഷമുന എന്നിവർ സംസാരിച്ചു. ചെണ്ടയാട് നീളമംഗളപുരം ശ്രീകൃഷ്ണദേവി ഭദ്രകാളി ക്ഷേത്രത്തിന്റെ ഉത്തരം കയറ്റൽ ചടങ്ങ് നടന്നു. കുന്നിനു മീത്തൽ ഗംഗാധരൻ ആചാരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാനൂരിനടുത്ത ചെണ്ടയാട് നീളമംഗളപുരം ശ്രീകൃഷ്ണദേവി ഭദ്രകാളി ക്ഷേത്രത്തിന്റെ ഉത്തരം കയറ്റൽ ചടങ്ങ് നടന്നു. കുന്നിനു മീത്തൽ ഗംഗാധരൻ ആചാരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നൂറുകണക്കിന് വിശ്വാസികൾ ഉത്തരം കയറ്റൽ ചടങ്ങിൽ പങ്കാളികളായി.
ഉത്തരം കയറ്റ ചടങ്ങിന്റെ ഭാഗമായി സർവൈശ്വര്യ പൂജയും ആധ്യാത്മിക പ്രഭാഷണവും നടന്നു. ഹരികൃഷ്ണൻ ആലച്ചേരി, ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഓം അപർണായേ നമഃ, ഓം ലളിതായേ നമഃ, ഓം ധാത്രീ നമഃ, ഓം കുമാരീ നമഃ, ഓം നമഃ, ഓം ത്രിനേത്രായേ നമഃ, ഓം വിശ്വരൂപിണ്യേ നമഃ, ഓം ആര്യായേ നമഃ, ഓം മൃഡാന്യേ നമഃ, ഓം ഹ്രീങ്കാര്യേ നമഃ, ഓം ക്രോധിന്യേ നമഃ, ഓം സുദിനായേ നമഃ, ഓം അചല, ഓം ജ്വാലിന്യേ നമഃ, ഓം മാലിന്യേ നമഃ, ഓം നമഃ ശിവായ, ഓം ചർച്ചായേ നമഃ, ഓം കാമാക്ഷി നമഃ, ഓം കാമിനി നമഃ, ഓം നമഃ ശിവായ, ഓം പ്രഭായേ നമഃ, ഓം മദനസുന്ദര്യേ നമഃ, ഓം വാഗീശ്വരീ, ഓം കാള്യേ നമഃ, ഓം മഹേശ്വരീ നമഃ, ഓം ഭൈരവ്യേ നമഃ. കൈലാസത്തില് ശിവനുണ്ട്, പാർവതിയുണ്ട്, ഗണപതിയുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്. ഈ 4 പേരും ശിവകുടുംബം എന്നുള്ള രീതിയിൽ ഒരുമിച്ച് താമസിക്കുകയാണ്. അങ്ങനെ താമസിക്കുന്ന സമയത്ത് ശിവനും പാർവതിയും ഒരു പകിട കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ശിവപാർവതിമാരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാർവതി മഹാദേവനോട് പറഞ്ഞു, മഹാദേവ, ഞാൻ ആണായിട്ട് ജനിക്കാൻ വേണ്ടി പോവുകയാണ്. ആരായിട്ടാണ് ജനിക്കുന്നത്? ഞാൻ ആണായിട്ട് ജനിക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ മഹാദേവൻ പറഞ്ഞു, നീ ആണാവുമെങ്കിൽ ഞാൻ പെണ്ണാവും. അപ്പൊ ഇവർ തമ്മിൽ ചെറിയൊരു പന്തയം വെക്കുക. പന്തയം വെക്കുന്ന സമയത്ത് പാർവതി ആണായിട്ട് അവതരിക്കും, പരമേശ്വരൻ പെണ്ണായിട്ട് അവതരിക്കും. ഈ കഥ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ലേ. PS മോഹനൻ കൊട്ടിയൂർ ആധ്യാത്മിക പ്രഭാഷണം നടത്തി. അപ്പോൾ ഈ പരിമിതമായ ജീവിതത്തിനുള്ളിൽ നമുക്ക് സാധ്യമാക്കാൻ കഴിയുന്നത് എല്ലാറ്റിനും ആധാരമായ ഒന്നുണ്ടെങ്കിൽ, എല്ലാറ്റിനും സൂത്രവാക്യമായ ഒന്നുണ്ടെങ്കിൽ, എല്ലാറ്റിനും പൊരുളായ ഒന്നുണ്ടെങ്കിൽ ആ ഒന്നറിയുക എന്നുള്ളതാണ്. നമ്മുടെ പുരാണങ്ങളിൽ വളരെ രസകരമായ ഒരു ചോദ്യമുണ്ട്, വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമുണ്ട്. യുധിഷ്ഠിരൻ നാരദനോട് ചോദിക്കുകയാണ്, കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞതാം ഭവതി. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഈ ചോദ്യം. ഭഗവാനെ യാതൊന്നറിഞ്ഞാലാണ് എല്ലാം അറിയാൻ കഴിയുന്നത്, ആ ഒന്ന് എനിക്ക് പറഞ്ഞു തരുവാൻ. ഇതാണ് ബുദ്ധിപൂർവമായ ചോദ്യം. ഈ ലോകത്തുള്ള എല്ലാറ്റിനും ആധാരമായ ഒന്നുണ്ടെങ്കിൽ ആ ഒന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിവായി തീരുമെങ്കിൽ ആ ഒന്നിനെ അറിയാനാണ് നമ്മുടെ ഈ ഹ്രസ്വമായ പരിമിതമായ ജീവിതത്തിനുള്ളിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന കാര്യം. ആ അറിവിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ജീവിതയാത്ര. ആ യാത്ര നാം എവിടെ നിന്നാണ് പുറപ്പെടേണ്ടത് എന്ന് ചോദിക്കുമ്പോഴാണ് പ്രശ്നം. ആ യാത്രയുടെ വഴി ഏതാണെന്ന് ചോദിക്കുമ്പോഴാണ് പ്രശ്നം. അത് പ്രതിജന ഭിന്നമാണ്, ഓരോ വ്യക്തികളെയും അനുസരിച്ച് മാറിയിരിക്കും. കാരണം നമ്മൾ ഏത് വഴിക്ക് യാത്ര ചെയ്യണം, ലക്ഷ്യം നിർവചിച്ചു കഴിഞ്ഞു, ഏത് വഴിക്ക് യാത്ര ചെയ്യണം എന്നുള്ളത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ക്ഷേത്രം രക്ഷാധികാരി K. ഭാസ്കരൻ മാസ്റ്റർ അധ്യക്ഷനായി. പന്തീരടി കാമ്പ്രം കൃഷ്ണൻ നമ്പൂതിരി, അനിൽ തിരുവങ്ങാട്, ഷെറിൻ കൂറ്റേരി, ക്ഷേത്രം പ്രസിഡന്റ് CK സജീവൻ, ക്ഷേത്രം സെക്രട്ടറി CP മനോജൻ, മാതൃസമിതി പ്രസിഡന്റ് PP പത്മജ, സിനി ആർട്ടിസ്റ്റ് ലയ അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹ സദ്യയും ഒരുക്കിയിരുന്നു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands.
Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. തലശ്ശേരി വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡ് മദ്രസ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സർഗവസന്തം തലശ്ശേരി കോംപ്ലക്സ് തല മത്സരത്തിൽ ചമ്പാട് ഹൽ ഹിക്മ മദ്രസ ജേതാക്കളായി. 399 പോയിന്റ് നേടിയാണ് ഹൽ ഹിക്മ ജേതാക്കളായത്. വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിലുള്ള 7 മദ്രസകളിൽ നിന്നായി 400ഓളം വിദ്യാർത്ഥിനികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. ഓഫ് സ്റ്റേജ്, ഓൺ സ്റ്റേജ് കാറ്റഗറികളിലായി നടന്ന 90ൽ പരം മത്സര വിഭാഗങ്ങളിൽ നിന്നും 399 പോയിന്റ് നേടിയാണ് ചമ്പാട് അൽ ഹിക്മ മദ്രസ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. അൽ ഹിക്മ സ്ഥാപനങ്ങളുടെ ചെയർമാൻ മഹറൂഫ് ചമ്പാട് വിജയികൾക്കുള്ള ട്രോഫി സമ്മാനിച്ചു. അൽ ഹിക്മ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് കാസിം ചമ്പാട്, കോംപ്ലക്സ് സെക്രട്ടറി യൂനുസ് പാനൂർ, വിസ്ഡം ഇസ്ലാമിക് യൂത്ത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് റാഷിദ് സ്വലാഹി, അൽ ഹിക്മ മദ്രസ സെക്രട്ടറി അസ്ലം പൊന്നം, ഹാഫിസ് റോഷൻ, മദ്രസ സദർ മൈമൂന ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇവിടെ ഒരു അസംബ്ലിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു പീക്ക് ടൈമിൽ നമുക്ക് ലഭിക്കേണ്ടതായിരുന്നു ഈ ഒരു സന്തോഷ നിമിഷം. പക്ഷേ നമ്മൾ കണക്ക് കൂട്ടുന്നതും കാര്യങ്ങളൊക്കെ അതിനപ്പുറത്താണ് അള്ളാഹുവിൻ്റെ തീരുമാനം. നമുക്കറിയാം, മാനുഷികമായ പിഴവുകൾ, ഒരു കയ്യബദ്ധങ്ങൾ ആർക്കും എന്ത് ചെയ്യാം, സംഭവിക്കാം. ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, ഈ ഒരു വിജയത്തിന് എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കുകയാണ്, ആശംസിക്കുകയാണ്. രണ്ടാമത്തേത്, ഈ വിജയത്തിൻ്റെ പിന്നിൽ നല്ല എഫേർട്ട് എടുത്ത നമ്മുടെ ടീച്ചേഴ്സ്, അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അതേപോലെ ഇവിടുത്തെ മാനേജ്മെൻറ്റ്, നമ്മുടെ ഈ മദ്രസയുടെ കമ്മിറ്റി, അവരും ഇതിൻ്റെ പിന്നിൽ നല്ല ഒരു എഫേർട്ട്, അതിൻ്റെ ഒരു മോണിറ്ററിംഗ് ഒക്കെ ഇവിടെ നിർവഹിച്ചത് ഇവിടുത്തെ കമ്മിറ്റിയാണ്. അവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. വിശ്വപ്രസിദ്ധ പണ്ഡിതൻ പാനൂർ തങ്ങൾ 16ാം ആണ്ടനുസ്മരണം തങ്ങൾ പീടിക ജാമിയ സഹറ ക്യാമ്പസിൽ നടന്നു. സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് മുഹമ്മദ് മഖ്ദൂം അൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു. പാനൂർ തങ്ങൾ 16ാം ആണ്ടനുസ്മരണം നടന്നു. സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. സമുദ്രം, ധാരാളം വലിയ വലിയ അത്ഭുത ജീവികളുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ജീവിയാണ് തഴുവലാത്തോരാളി. അതെല്ലാറ്റേക്കാളും മേലെയാണ്, എല്ലാറ്റിനും ഹൈജാക്ക് ചെയ്യും. അതിനെ ഹൈജാക്ക് ചെയ്യാൻ ലോകത്തൊന്നും സാധിക്കില്ല ജീവികളുടെ കൂട്ടത്തിൽ. അതാണ് ഖുറൈശ്.
ഖുറൈശ് എന്നത് ഫൈല് വന്ന് തസ്ബീറാണെങ്കിലും ഖർഷിന്റെ തസ്ബീറാണ്. പക്ഷെ ആ തസ്ബീർ തഅ്ളീമിന് വേണ്ടി, ആദരവിന് വേണ്ടി, ബഹുമാനത്തിന് വേണ്ടി ഖുറൈശ് എന്നുള്ളത് വലിയ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പമാര് അബ്ദുള്ള, അവരൊപ്പ അബ്ദുൽ മുത്തലിബ്, അവരുടെ ഒപ്പ ഹാഷിം, അവരുടെ ഒപ്പ അബ്ദു മനാഫ്, അവരുടെ ഉപ്പ ഖുസൈ, അങ്ങനെ വന്ന് വാലിബ്, ഫിഹർ. സയ്യിദ് മുഹമ്മദ് മഖ്ദൂം അൽ ബുഖാരി അധ്യക്ഷനായി. ജാമിയ സഹ്റ ഡെപ്യൂട്ടി ഡയറക്ടർ TTK അബ്ദുൽ ഖാദർ ഹാജി, സയ്യിദ് അബ്ദുൽ ഖദീം കുഞ്ഞിക്കോയ തങ്ങൾ, R അബ്ദുള്ള മാസ്റ്റർ, മഹ്മൂദ് ഹാജി കുറ്റുപുറത്ത്, UK മുഹമ്മദ് കോയ തങ്ങൾ, സയ്യിദ് ജാഫർ തങ്ങൾ, സയ്യിദ് മീർ സാഹിദ് അൽ ബുഖാരി, സയ്യിദ് മുത്തുക്കോയ തങ്ങൾ, UK സയ്യിദ് ഹംദുള്ള തങ്ങൾ, UK സയ്യിദ് സൈഫുള്ള തങ്ങൾ, SB സയ്യിദ് ഹുസൈൻ തങ്ങൾ, മരക്കാർ ഉസ്താദ്, ബഷീർ അമാനി, നൌഫൽ സക്കാഫി, ഷക്കീൽ സാദി, യൂസഫ് നിസാമി, സയ്യിദ് ഫലാഹി, ഹംസ നിസാമി കുമ്പോൽ, സമീർ സക്കാഫി, KP മഞ്ജൂർ തുടങ്ങിയവർ സംസാരിച്ചു. K അക്ബർ ചടങ്ങിന് നന്ദി പറഞ്ഞു. നോർത്ത് മേനപ്പുറം പൊതുജന വായനശാലയുടെ നേതൃത്വത്തിൽ ഭാസ്കരൻ മാസ്റ്റർ എൻവോൺമെന്റ് വിതരണം, ഫോട്ടോ അനാച്ഛാദനം, അനുമോദന ചടങ്ങ് എന്നിവ സംഘടിപ്പിച്ചു. ആണ്ടിപ്പീടിക ജീലാനി മദ്രസയിലാണ് പരിപാടി നടന്നത്. നോർത്ത് മേനപ്പുറം പൊതുജന വായനശാലയുടെ നേതൃത്വത്തിൽ ഭാസ്കരൻ മാസ്റ്റർ എൻഡോമെന്റ് വിതരണവും ഫോട്ടോ അനാച്ഛാദനവും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. ആണ്ടിപ്പീടിക ജീലാനി മദ്രസയിലാണ് പരിപാടി നടന്നത്. പരിപാടിയുടെ ഉദ്ഘാടനവും എൻഡോമെന്റ് വിതരണവും തലശ്ശേരി ടൗൺ ബാങ്ക് പ്രസിഡന്റ് P ഹരീന്ദ്രൻ നിർവഹിച്ചു. LSS USS വിജയികളെയും ക്യൂസ് മത്സര വിജയികളെയുമാണ് അനുമോദിച്ചത്. ഏറെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ളതാണ് നോർത്ത് മേനപ്പുറം വായനശാല. ഈ നാട്ടിലും പരിസര പ്രദേശത്തുമുള്ള നിരവധി ആളുകൾ പരിമിതമായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ഈ വായനശാലയും ഗ്രന്ഥാലയത്തെയും ആശ്രയിച്ചിട്ടുള്ളത് ഓർമ്മയാണ്. അപ്പുറത്തുള്ള കെട്ടിടത്തിന് മുകളിൽ വളരെ പരിമിതമായ ഒരു മുറിയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്തും ഇവിടേക്ക് വളരെയേറെ പ്രതീക്ഷയോടെ വായനക്കാർ എത്തിച്ചേരുകയും ആ കുറിച്ച് മുറിയിലെ അലമാരകളിൽ സൂക്ഷിച്ചിട്ടുള്ള പുസ്തകങ്ങൾ വളരെയേറെ വിലപ്പെട്ടതായി കണക്കാക്കി അവയെല്ലാം വായിച്ച് തീർക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം കൂടുതൽ. പിന്നീട് കൂടുതൽ സൗകര്യങ്ങൾ ഈ വായനശാലയുടെ പശ്ചാത്തല സൗകര്യത്തിൽ വന്നിട്ടുള്ളത് അന്നുള്ള അത്ര പ്രാപ്തിയോടുകൂടിയുള്ള വായനക്കാർ. മുൻ പ്രസിഡന്റ് കരുണാകരൻ മാസ്റ്ററുടെ ഫോട്ടോ അനാച്ഛാദനം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി V പ്രദീപൻ നിർവഹിച്ചു. വായനശാല രക്ഷാധികാരി T ജയേഷ്, ക്ലബ് അമരന്ത്യൻ പ്രസിഡന്റ് ആശിഷ്, വായനശാല രക്ഷാധികാരി KP ഭാർഗവൻ മാസ്റ്റർ, ശിവരാമൻ മാസ്റ്റർ, ജിലാനി മസ്ജിദ് സെക്രട്ടറി ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുജന വായനശാല പ്രസിഡന്റ് KK കനകരാജ് അധ്യക്ഷനായി. സെക്രട്ടറി പ്രേമി ടീച്ചർ സ്വാഗതവും K നമിത് നന്ദിയും പറഞ്ഞു. സങ്കീർണമായ പ്രസവങ്ങളും നേരത്തെയുള്ള പ്രസവങ്ങളും ഉൾപ്പെടെ നവജാത ശിശുവിന്റെ ആരോഗ്യത്തിന് ദോഷകരമായി മാറുന്ന സാഹചര്യങ്ങളെ ഫലപ്രദമായി അഭിമുഖീകരിക്കുന്നതിന് കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ ഹൈറിസ്ക് ന്യൂബോൺ ബേബി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ ഹൈറിസ്ക് ന്യൂബോൺ ബേബി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. സങ്കീർണമായ പ്രസവങ്ങളും നേരത്തെയുള്ള പ്രസവങ്ങളും ഉൾപ്പെടെ നവജാത ശിശുവിന്റെ ആരോഗ്യത്തിന് ദോഷകരമായി മാറുന്ന സാഹചര്യങ്ങളെ ഫലപ്രദമായി അഭിമുഖീകരിക്കുന്നതിനു വേണ്ടിയാണ് ക്ലിനിക് ആരംഭിച്ചത്. സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി ജീവിതം തിരിച്ചുപിടിച്ച അബ്ദുൾ റഹ്മാൻ, ജോബാൻ മുഹമ്മദ് എന്നീ കുഞ്ഞുങ്ങൾ ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു.
നേരത്തെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, സങ്കീർണമായ പ്രസവത്തിലൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, ജനനസമയത്ത് തന്നെ ആരോഗ്യപരമായി ദുർബലരായിരിക്കുന്നവർ തുടങ്ങിയവർക്ക് സമഗ്രവും ഏറ്റവും മികച്ചതുമായ പരിചരണം ലഭ്യമാക്കുക എന്നതാണ് ക്ലിനിക്കിന്റെ ലക്ഷ്യം. ഇത്തരം സാഹചര്യങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ദീർഘകാല പരിചരണം ഉൾപ്പെടെ ആവശ്യമായി വരും. ഇതിനായി ഏറ്റവും പ്രാഥമികമായ ഇടപെടലുകൾ മുതൽ തുടർച്ചയായ വിലയിരുത്തലുകളും കുഞ്ഞിന്റെ വളർച്ചാ സംബന്ധമായ നിരീക്ഷണവും പ്രത്യേക വൈദ്യസഹായവും ആവശ്യമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളും ക്ലിനിക്കിൽ ലഭ്യമാകും. പരിചയസമ്പന്നരായ നിയോനാറ്റോളജിസ്റ്റുകൾക്കൊപ്പം പീഡിയാട്രിക് കാർഡിയോളജി, പീഡിയാട്രിക് നെഫ്രോളജി, പീഡിയാട്രിക് റൊമറ്റോളജി, പീഡിയാട്രിക് ഗാസ്ട്രോ എൻട്രോളജി തുടങ്ങിയ വിഭാഗത്തിലെ ഡോക്ടർമാരും ക്ലിനിക്കിന്റെ ഭാഗമാകും. ഇതിനു പുറമെ ലാക്ടേഷൻ കൗൺസിലറുടെ സേവനവും ക്ലിനിക്കിൽ ലഭ്യമാകും. ഉയർന്ന ആഗോള നിലവാരം ഉറപ്പുവരുത്തുന്നതിനായി അന്താരാഷ്ട്ര നിലവാരമുള്ള സാങ്കേതിക വിദ്യകളും പ്രോട്ടോകോളുകളുമാണ് സജ്ജീകരിച്ചത്. ഇത്രയും വിപുലമായ സൗകര്യങ്ങൾ ലഭിക്കുന്ന ഉത്തര കേരളത്തിലെ പ്രധാന സെന്റർ എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. തുടർച്ചയായ മെഡിക്കൽ നടപടികളും പോഷകാഹാര സംബന്ധമായ നിർദ്ദേശങ്ങളും വളർച്ചാപരമായ നിരീക്ഷണവുമെല്ലാം സാധ്യമാക്കുന്നതിലൂടെയും NICU-വിനപ്പുറം സുസ്ഥിര പരിചരണം ലഭ്യമാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതിലൂടെയും ചികിത്സാപരമായ മികവ് കുഞ്ഞിന് ലഭ്യമാക്കുവാൻ സാധിക്കുമെന്നതാണ് ഹൈറിസ്ക് ന്യൂബോൺ ക്ലിനിക്കിന്റെ സവിശേഷത എന്ന് പീഡിയാട്രിക് ആൻഡ് നിയോനറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ നന്ദകുമാർ പറഞ്ഞു. ചടങ്ങിൽ ആസ്റ്റർമിംസ് CEO ഡോക്ടർ അനൂപ് നമ്പ്യാർ, CMS ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, നിയോനാറ്റോളജി വിഭാഗം ഡോക്ടർമാരായ ശ്രീകാന്ത് C. നായർ, ഗോകുൽദാസ്, സഞ്ജന സത്യൻ, വീണാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈ റിസ്ക് ന്യൂബോൺ ക്ലിനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് എല്ലാ പീഡിയാട്രിക് അല്ലെങ്കിൽ ന്യൂബോൺ ഫോളോ അപ്പിന് വരുന്ന കുട്ടികൾക്ക് നോർമലായിട്ട് അവർക്കുണ്ടാകുന്ന ചെറിയ ചെറിയ അസുഖങ്ങൾ, അവരുടെ ഡെവലപ്മെൻറ്റുകൾ, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നോർമലായിട്ടുള്ള OP ക്ലിനിക്കുകളാണുള്ളത്. എന്നാൽ ഹൈ റിസ്ക് ഫോളോ അപ്പ് ക്ലിനിക്ക് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈ റിസ്ക് ന്യൂബോൺ അഥവാ നേരത്തെ ജനിക്കുന്ന പ്രിമച്വറായിട്ട് ജനിക്കുന്ന ന്യൂബോൺ അല്ലെങ്കിൽ മാസം തികഞ്ഞ് ജനിക്കുന്നതും അപകടകരമായിട്ടുള്ള പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ളതുമായിട്ടുള്ള ന്യൂബോൺസ്, ഇപ്പോൾ വെന്റിലേറ്ററിനകത്ത് കിടക്കേണ്ടി വരുന്ന ന്യൂബോൺസ്, അല്ലെങ്കിൽ രക്തം മാറ്റേണ്ടി വരുന്ന കുട്ടികൾ, അതുപോലെ ശ്വാസം മുട്ട് കൂടുതൽ ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ബ്രെയിനകത്തുണ്ടാവുന്ന ബ്ലീഡിങ്ങുകൾ അല്ലെങ്കിൽ അപസ്മാരങ്ങൾ, ഇങ്ങനെയൊക്കെ വരുന്ന കുട്ടികളാണ് ഹൈ റിസ്ക് ന്യൂബോൺ കാറ്റഗറിയിൽ വരുന്നത്. അതുപോലെ തന്നെ വെയിറ്റ് കുറഞ്ഞിരിക്കുന്ന കുട്ടികൾ, ഇവരൊക്കെയാണ് ഹൈ റിസ്ക് ന്യൂബോൺ കാറ്റഗറിയിൽ വരുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സാധാരണയുള്ള കുട്ടികളെ കവിഞ്ഞും കൂടുതൽ കൃത്യമായും അതുപോലെ തന്നെ കൂടുതൽ ചിട്ടയോട് കൂടിയതുമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഹൈ റിസ്ക് ന്യൂബോൺ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ICUവിൽ വന്ന് പോകുന്ന കുട്ടികൾക്ക്, ഈ കുട്ടികൾ ICU പോയി കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഫുള്ളി നോർമലായി എന്നല്ല, അവരുടെ ഞരമ്പുകൾ, അവരുടെ തലച്ചോറുകൾ വളരുന്ന പ്രധാനപ്പെട്ട ഒരു സമയമാണ് ആദ്യത്തെ ഒരു 5 വർഷം. അപ്പോൾ ആ ഫസ്റ്റ് 5 വർഷത്തിൽ കുട്ടികൾക്ക് റെഗുലറായിട്ട് നമ്മൾ ഡെവലപ്മെൻ്റൽ ഫോളോ അപ്പ്, അവരുടെ വളർച്ച, തലയുടെ വളർച്ച, ബുദ്ധി വളർച്ച, സ്പീച്ച്, ലാംഗ്വേജ്, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ നമ്മൾ സ്കിൽസൊക്കെ ഡെവലപ്മെൻറ്റ് നമ്മൾ അസസ് ചെയ്ത് ഏത് കുട്ടികളാണ് അറ്റ് റിസ്ക്, ഏത് കുട്ടിക്കാണ് ബുദ്ധിമുട്ടുള്ളത്, എല്ലാ കുട്ടിക്കും ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല, ഏത് കുട്ടിക്കാണ് ബുദ്ധിമുട്ടുള്ളത് ആ കുട്ടീനെ നമ്മൾ കണ്ടുപിടിച്ച് തക്കതായിട്ടുള്ള നേരത്തെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കുറേയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇസ ബ്യൂട്ടിക് പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപം സിറ്റി മെയിൻ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. പൂക്കോം മഹല്ല് ഖാസി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. സൗന്ദര്യ സങ്കല്പത്തിന് പുതിയ മുഖവുമായി പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപം പൂക്കോം റോഡിൽ സിറ്റി മെയിൻ കോംപ്ലക്സിലാണ് ഇസ ബോട്ടിക് പ്രവർത്തനം ആരംഭിച്ചത്. പൂക്കോം മഹല്ല് ഖാസി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു.
മുൻ പാനൂർ നഗരസഭാ കൗൺസിലർ നസീല കണ്ടിയിൽ, ഉസ്മാൻ മുസ്ലിയാർ, ഇസ്മയിൽ ഹാജി, അഷ്റഫ്, സമീറ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ആദ്യ വിൽപ്പന സഫ്നാസ് കെപിയിൽ നിന്നും സഫ്നിയ ഏറ്റുവാങ്ങി. കിഡ്സ് ആൻഡ് ലേഡീസ് വെയർ, പാർട്ടി വെയർ, ഡെയിലി വെയർ തുടങ്ങി ഏറ്റവും പുതിയ മോഡലുകളിലായി മിതമായ നിരക്കിൽ എല്ലാവിധ വസ്ത്രങ്ങളും ലഭ്യമാണെന്നും എല്ലാവിധ പർച്ചേസിനും 10 മുതൽ 20% വരെ ക്യാഷ് ഡിസ്കൗണ്ട് ലഭ്യമാണെന്നും മാനേജ്മെന്റ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അനീഷിനെ ഭീഷണിപ്പെടുത്തിയെന്ന കോൺഗ്രസ് ആരോപണം നിഷേധിച്ച് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ഈ ആരോപണത്തിലൂടെ പ്രതിപക്ഷ നേതാവ് BJPയെ സഹായിക്കുകയാണെന്നും രാഗേഷ്. കണ്ണൂർ കളക്ടർക്കെതിരെ എൻജോയ് യൂണിയൻ. കളക്ടറുടേത് അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടാണെന്നും എൻജോയ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ. കണ്ണൂർ കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് UDF. KPCC അംഗം റിജിൽ മാക്കുറ്റി മത്സരിക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.